ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ തരിക്കഞ്ഞി കേട്ടോ. പല സ്ഥലത്തും പല മോഡലാണ് തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മളൊരു നാടൻ സ്റ്റൈലാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് തരിക്കഞ്ഞി കഴിക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ 1 കപ്പ് വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കണം. ഇനി അതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് ചേർക്കാം കേട്ടോ. ഇനി നല്ലോണം തിളച്ച് വരട്ടെ. ഇപ്പം നല്ലോണം തിളച്ച് വന്നിക്കണേ. ഇനി നമുക്ക് അതിലേക്ക് ഞാൻ എടുത്ത കയ്യിലിന് ഒരു 1.5 കയ്യിൽ റവ, വറുക്കാത്ത റവ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഒരു കൈ കൊണ്ട് റവ ഇട്ട് കൊടുക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ അല്ലെങ്കിൽ പെട്ടെന്ന് റവ കട്ടയാവും കേട്ടോ. അപ്പോൾ തരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കൈയെടുക്കാതെ ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുതേ. ഇപ്പോൾ റവയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വന്നിക്കണം. ഒരു 5 മിനിറ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കിക്കണം. അപ്പോൾ നല്ലോണം ഒന്ന് വെന്ത് വന്നിക്കണേ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സേമിയ, വളരെ കുറച്ച് സേമിയം ചേർത്ത് കൊടുക്കണേ. സേമിയ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ സേമിയം കൂടിയാൽ സേമിയ പായസമായി പോകട്ടെ. അപ്പോൾ വളരെ കുറച്ച് സേമിയ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി അത് ഇതേപോലെ തന്നെ നല്ലോണം ഇളക്കി ഒന്നിങ്ങോട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പാകത്തിന് മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ മധുരം കൂടി ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ മധുരം നനഞ്ഞ് കിട്ടും ചെയ്യും. ആ സേമിയനും തരിയൊക്കെ ഒന്നുകൂടി ഒന്ന് കുറുന്നനായി കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 2-3 മിനിറ്റ് ഇളക്കിയപ്പോൾ തന്നെ നമ്മൾ സേമിയനും അതേപോലെ തന്നെ തരിയൊക്കെ ഒന്ന് കുറുന്നനായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ വെള്ളം ചേർത്തത് അതിൻ്റെ ഒരു 3/4 കപ്പ് പാല് വേണം കേട്ടോ ഇതിലേക്ക്. അപ്പോഴേ നമ്മുടെ തരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ കുറച്ച് പാല് ചേർത്ത് തരി ഇതൊക്കെ ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിങ്ങനെ കട്ടയില്ലാതെ. ഇനി നമുക്ക് കുറച്ചും കൂടി പാൽ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് തിളക്കാൻ വേണ്ടി വെക്കുമ്പോഴാണ് നമ്മൾ തരിയും പാലൊക്കെ ഒന്ന് ഒന്നിച്ച് ചേരുക. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇറക്കുകയാണെങ്കിൽ തരി വേറെയും പാല് വേറെയും കറക്കും കേട്ടോ. അപ്പോൾ 2-3 മിനിറ്റ് തിളച്ചപ്പോൾ നല്ലോണം ഒന്നിച്ച് ചേർന്നിക്കണേ. ഇനി അതിലേക്ക് 2-4 ഏലക്കായി കുത്തിയെ ചേർത്ത് കൊടുക്കുക. ഇനി അധികം തിളക്കൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് വാങ്ങി വെക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തൂമിച്ച് ഒഴിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിക്കണം ചെറിയ ചട്ടിയിലേക്ക്. അപ്പോൾ ഇത് 6 kg നെയ്യാണ് കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണോണ്ടാണ് ഇതിങ്ങനെ കട്ടയാവണത്. ഇനി ഒന്ന് നല്ലോണം ചൂടായി വരുമ്പോൾ 2-3 ചെറിയ ഉള്ളിൻ്റെ പോണെടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അത് നല്ലോണം കടന്ന് മൂക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ ചെറിയുള്ളിൻ്റെ പകരം സവോള ചേർക്കണവരുണ്ട്, പക്ഷെ എനിക്ക് സവോളിനെക്കാട്ടി കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചെറിയുള്ളി തൂമിച്ച് ഒഴിക്കുമ്പോഴാണ് കേട്ടോ. ഇനി അത് നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ഒറ്റ ഏലക്കായി കുത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അത് അതിലേക്ക് നല്ലോണം ചൂടായിട്ട് നമ്മൾ ഒഴിക്കുമ്പോൾ നല്ല സ്മെല്ലേക്കാണ് കേട്ടോ. ഏലക്കായി നല്ല നെയ്യ് കിടന്ന് മൂക്കുമ്പോൾ. ഇനി നല്ലോണം ഒന്ന് കളറായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും അതേപോലെ തന്നെ നമ്മൾ ഉള്ളിയും പാടെ നല്ലൊന്ന് കളറാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നല്ലൊന്ന് കളറായതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച തരിക്കഞ്ഞിക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ചട്ടിയിലേക്ക് കുറച്ച് തരിക്കഞ്ഞി ഒഴിച്ചിട്ട് ഒന്ന് ചൊഴിച്ചിട്ട് അതിനൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് നമുക്കൊന്ന് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഫുള്ളായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ അടിപൊളി തരിക്കഞ്ഞി ഇവിടെ റെഡി ആക്കുന്നത് ഒരു നാടൻ സ്റ്റൈലിലാണ് നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത്. ഇങ്ങനെയല്ല നിങ്ങൾ തരിക്കഞ്ഞി ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.